ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചെയ്തത് 2 സെക്ടറാണ്. സ്റ്റാർട്ടഡ് ഫ്രം കണ്ണൂർ ദോഹ ബാംഗ്ലൂർ. 2 സെക്ടറും കൂടെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഫുൾ ഹവ ടൈറ്റായി. വീട്ടിൽ എത്തുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. 3:30 രാത്രിയിലത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ തന്നെ എളുപ്പം ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എങ്ങനെയും ഈ മേക്കപ്പൊക്കെ ഒന്ന് ഊരിയാൽ മതി. ഇത് ഊരാൻ തന്നെ ഒരു പാടാണ്. മേക്കപ്പൊക്കെ ഊരിയിട്ട് ഇതെൻ്റെ പുതിയ നൈറ്റ് സൂട്ടാണ്, ഞാൻ ദോഹയിൽ നിന്ന് മേടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അതാണ് ഞാൻ ഇത്ര ഷോ ഓഫ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എളുപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കണം. എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. ഫ്ലൈറ്റിൽ ഒട്ടും സമയം കിട്ടിയില്ല. ലോങ് സെക്ടറായിട്ട് പോലും 1 മിനിറ്റ് ഞങ്ങൾക്ക് ഇരിക്കാൻ കിട്ടിയില്ല ഇന്ന്. അപ്പം തന്നെ പിന്നെ ഞാൻ എളുപ്പം തന്ന ഫുഡൊക്കെ ഞാൻ ദോഹയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെയും ദോഹ വരുന്നു. കണ്ണൂരിൽ നിന്ന് ഞാൻ പാക്ക് ചെയ്തായിരുന്നു ബിരിയാണിയൊക്കെ. അപ്പം ഞാൻ അത് തന്നെ വേസ്റ്റ് ആക്കണ്ട, അത് തന്നെ എല്ലാം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങണം. അതിൻ്റെ മുമ്പേ എനിക്ക് ഇച്ചിരി പണിയും കൂടി ഉണ്ട്. ഫ്ലൈറ്റ് റിപ്പോർട്ടൊക്കെ അടിക്കണം. ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഫ്ലൈറ്റിൽ. ഒരു വല്ലാത്തൊരു ഫ്ലൈറ്റായിരുന്നു. എല്ലാം കൂടി ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് മതിയായി. ലാസ്റ്റ് പിന്നെ ഫുഡൊക്കെ ഒന്ന് എളുപ്പം ഒന്ന് ചൂടാക്കാം. നാളെ ഉച്ചത്തേക്കുള്ള ഫുഡും കൂടിയാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഇത് ബിരിയാണിയാണ് കണ്ണൂരിൽ നിന്ന്. അപ്പം നല്ലൊരു അടിപൊളി നല്ല ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് തന്നെ ഇച്ചിരി കഴിക്കാൻ, ഇച്ചിരി നാളത്തേക്കും കൂടെ വെച്ചേക്കാം. അപ്പം ബിരിയാണി ഇവിടെ നമ്മുടെ ചൂടാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കുട്ടനെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. കുട്ടൻ നല്ല ഉറക്കമാണ്. അപ്പോൾ അവളെ ബോധർ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ബിരിയാണിയൊക്കെ ചൂടായി, അതും കൂടെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇനി എനിക്ക് പണിയുള്ളത് ഇച്ചിരി ഫ്ലൈറ്റ് റിപ്പോർട്ടിലൊക്കെ എഴുതാനുണ്ട്. ഫ്ലൈറ്റ് റിപ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോയി കിടന്ന് കുട്ടിൻ്റെ കൂടെ നല്ലതായിട്ടൊന്ന് ഉറങ്ങണം. ശരി, എന്നാൽ നാളത്തെ വീഡിയോ ഇനി കാണാം.